ആയിക്കോട്ടെ. എന്തായാലും മത്തായി 13 ഇതിനകത്ത് സ്വർഗരാജ്യം രഹസ്യമാണ്, അത് പരസ്യമാണ്, അത് അറിയാനുള്ള വരം കിട്ടും. അപ്പൊ നമുക്ക് സ്വർഗരാജ്യത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ പിതാവായ ദൈവം ഭൂമി വരുമോ? പിതാവായ ദൈവം, പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും ഒറ്റ ദൈവമാണ്. 4 ദൈവങ്ങളില്ല, 4 ദൈവങ്ങളില്ല, 4 ദൈവങ്ങളില്ല, ഒറ്റ ദൈവം. പിതാവായ ദൈവം ഭൂമി വരുമെന്ന് ചോദിച്ചു. പിതാവായ ദൈവം, പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും ഒറ്റ ദൈവമാണ്. ആയിക്കോട്ടെ, പിതാവായ ദൈവം ഭൂമി വരുമോ? അതാ പറഞ്ഞ ദൈവം. പിതാവായ ദൈവം ഭൂമി വരുമോ? പിതാവ് വന്നാലും പുത്രൻ വന്നാലും പരിശുദ്ധാത്മാവ് വന്നാലും. യേശു പറഞ്ഞത് എന്തുവാ? ഞാൻ എന്നെ കണ്ടവൻ പിതാവിനെ അല്ല, കംപ്ലീറ്റ് ചെയ്തു. എന്നെ കണ്ടവൻ പിതാവിനെ അങ്ങനെ പറഞ്ഞേ. യേശു എന്താ പറഞ്ഞേ? എന്നെ കണ്ടവൻ കാണുന്നു. ഫിലിപ്പോസേ, ഇത്രയും കാലം നീ എന്നെ കണ്ടിട്ട് പിന്നെ പിതാവിനെ കാണിച്ചു തരിക. അപ്പൊ പിതാവിന് വരുമോ എന്ന് ചോദിച്ചാലും പുത്രൻ വരുമോ എന്ന് ചോദിച്ചാലും യേശു രണ്ടാമത് വരുമില്ലേ? വരും. യേശു രണ്ടാമത് വരുമെങ്കിൽ അതിന് കൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒറ്റ ദൈവത്തിലാണ്, ഏക ദൈവത്തിലാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം കൊടുത്തു എന്ന് പറഞ്ഞ നാമങ്ങളിൽ എന്നാണ് പറഞ്ഞത്, നാമത്തിൽ എന്നാണ് പറഞ്ഞത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും. ചേച്ചിയുടെ പേരെന്താ? ചേട്ടന്റെ പേര് സാബു, എന്റെ പേര് ഡെസ്റ്റിൻ. പുറത്തു നിന്നിട്ട് ഒരു സെക്കൻഡ് പുറത്തു നിന്നിട്ട് പറയാണ്, ഈ 3 പേരുടെയും നാമത്തിൽ എന്ന് പറയണോ നാമങ്ങളിൽ എന്ന് പറയണോ? എന്താ പറയണ്ടത്? സാബു ചേട്ടന്റെയും ഹെലൻ ചേച്ചിയുടെയും ഡെസ്റ്റിന്റെയും നാമത്തിൽ എന്ന് പറയുന്നു, നാമങ്ങളിൽ എന്ന് പറയണോ? എങ്ങനെയാ പറയണ്ടത്? നാമത്തിൽ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ഒരാളെ ഉള്ളൂ. നാമങ്ങളിൽ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? നമ്മൾ 3 പേരുണ്ട്. ഹെലൻ ചേച്ചി ഉണ്ട്, സാബു ചേട്ടനുണ്ട്, ഡെസ്റ്റിൻ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ 3 പേരും കൂടി പുറത്ത് നിന്നിട്ട് ഏത് ഇല്ല ഞാൻ കണ്ടവരെ തോന്നുന്നുണ്ടോ? എംബററിനെ കുറിച്ച് കുറെ വീഡിയോ ഞാൻ കണ്ടോട്ടോ. നിങ്ങളുടെ ചാനൽ 2 വർഷമായി ഇടുന്നത്. എന്റെ പേര് ഡെസ്റ്റിൻ. അന്നേരം കണ്ടപ്പോ തന്നെ ഒരു കുറച്ച് വീഡിയോ ചെയ്യാൻ ഞാൻ കണ്ടപ്പോ ഒരാൾ നിങ്ങളെ വിളിച്ചു. ഏതാണെന്ന് വെച്ചാൽ ഒരു വരീസേനല്ല, ഒരു ഹൈദവനാണ്. പുള്ളിയെ നിങ്ങൾ ഇവിടുത്തെ ഇവിടുത്തെ നമ്മുടെ മാതാവിൻ്റെ ഒരു പള്ളി കൊറ്റി പള്ളിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ചാനലിൽ പറയാം. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അല്ല, ഇപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ, അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അടുത്ത ആഴ്ച എന്റെ വിഷയം എംബറാണ്. അപ്പൊ അതുകൊണ്ട് എംബറിനെ കുറിച്ച് കുറെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് മേലിൽ എനിക്ക് ഭീഷണിയും വന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും ഈ വീടൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾ സെന്ററിൽ കൊടുത്തോ. അപ്പൊ അതുകൊണ്ട് അത് വരുമല്ലോ എന്നുള്ള ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാണ്. എംബറിന് പഠിപ്പിക്കാത്തോടൊപ്പം ഇത്തരം കാര്യം പറഞ്ഞു. ചേട്ടൻ കലാതെ നല്ല പറഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ കേട്ടോ. അത് അംഗീകരിക്കാത്ത രണ്ടായിട്ട് പിന്നെ അവിടെ വടക്കൊണ്ട് നമുക്ക് അതിന് യൂട്യൂബുകാരനാണ് ധൈര്യമായിട്ട് പറഞ്ഞോ. മറ്റുള്ള ജനങ്ങളെ പോലെ പ്രകോപിക്കല്ലോ. എന്നാൽ വഴിയിലവർ നിൽക്കട്ടെ. നിങ്ങൾ എന്തായാലും ഇതിന് വേണ്ടിട്ട് ഇറങ്ങിയതല്ലെന്ന്. ഞാൻ നിർത്തിയായിരുന്നു. ഇവിടെ കൂടി ഒരു വീട് കയറി എന്തായാലും സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയതല്ലേ. പിതാവ് വരുമെന്ന് നോക്കിയോട്ടോ. പിതാവൊക്കെ വരുത്താം നമുക്ക്. ഞാനതിൽ പറഞ്ഞു കേട്ടെ. നാം ദൈവം മക്കൾ എന്ന് വിളിക്കുന്നു, അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അവിടുത്തെ അറിഞ്ഞിട്ടില്ല. കാരണം അറിഞ്ഞിട്ടില്ലാത്തൊരു കൂട്ടത്തിലാണ് എനിക്ക് നിങ്ങളെ പെടുത്താൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ഒരു സമയം നീ തർക്കിക്കുള്ളൂ. ഇപ്പോൾ ഒരു സമയം ദൈവത്തിന് ഇതന്നെ പറഞ്ഞു കഴിഞ്ഞു. അല്ല, അജ്ഞ പറയട്ടെ. തോന്നുന്നു നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞാൻ അംഗീകരിച്ചു. യേശു 2000 വർഷം മുമ്പ് വന്നത് ഞാൻ അംഗീകരിച്ചാണ്. വീണ്ടും ശരീരത്തിൽ വരുന്നുള്ളത് തെളിവ് വന്നിട്ടില്ല. വെളിപ്പെടുത്തുന്നത് എങ്കിലും ഒരു കാര്യം മനസ്സിലായി. മാംസം എന്ന് പറയുന്ന സംഭവം എന്തുവാ? മാംസം എന്ന് പറയുന്ന സാധനം എന്തുവാ? അപ്പൊ പിന്നെ ശരീരമല്ലേ? വചനം ശരീരം ധരിച്ചു.
അതാ പറഞ്ഞേ, മാംസം എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പൊ പിന്നെ അത് തീർന്നു. അവിടെ ചേച്ചിയുടെ വാദം അവിടെ തീർന്നു. ഇനി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്നല്ല പറഞ്ഞേ, നാമത്തിൽ എന്ന് പറഞ്ഞത്. അപ്പൊ 3 നാമമില്ല, ഒറ്റ നാമമുള്ളൂ. ഒറ്റ നാമമുള്ളൂ. പരിശുദ്ധാത്മാവിന് മെൽക്കിസേദെക്ക് എന്ന നാമവും പിതാവിന് വേറെ നാമവും പുത്രന് വേറെ നാമം ഇട്ട 3 പേരാവും. അതിന്റെ കൂടെ മാതാവിനെ കൂട്ടിയ 4 ദൈവം. ബൈബിൾ വിശ്വസിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന 4 ദൈവത്തിലല്ലേ? ഇല്ല, മാതാവ് ദൈവമല്ലേ? ആണ്. മാതാവ് ദൈവമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ. ഇത് കത്തോലിക്ക വീടുകളിൽ പോകുമ്പോൾ നിങ്ങൾ പറയൂല, പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ അംഗീകരിക്കൂല. അതുകൊണ്ട് നിങ്ങൾ പറയൂല. അപ്പൊ ക്ലിയർ ആയി. മാതാവ് നിങ്ങൾക്ക് ദൈവമാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ച് 4 ദൈവങ്ങളാണ്. ചേട്ടൻ പറഞ്ഞിട്ട് പോട്ടെ. ഇതിനകത്ത് വായിക്കാൻ കേട്ടോ, ഇത് വായിക്കാം. പിതാവ് ഭൂമി വരുമോ ഇല്ലെന്ന് കേട്ടോ. നിങ്ങൾ ഇത് പോയിക്ക് തീർച്ചയായും നിങ്ങൾ അവിടെ നിന്ന് വന്ന് കൂടം കണ്ടെത്തിയാണ്. ജസ്റ്റ് പറഞ്ഞ പോലെ അല്ല, ജസ്റ്റും പറഞ്ഞ പോലെ അല്ല, എല്ലാവർക്കും ദൈവത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി. ഇപ്പൊ നമ്മുടെ വൈദികര് നമ്മുടെ സഭയിൽ എന്തോരം പേരുണ്ട്, എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഇത് പിതാവ് പ്രത്യക്ഷപ്പെട്ടു. വായിക്കും, എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാ ഒന്ന് വായിച്ചേ. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ് എന്ന് നാം എന്തായിത്തീരുന്നു ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും നാം ഒരു കാര്യം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആരാ? പിതാവായ ദൈവം. ആ പുത്രനെ എവിടെ പോയപ്പോ? ഇത് പിതാവായ ദൈവത്തെ കുറിച്ച് പറഞ്ഞു. എന്നെ വായിച്ചു ബാക്കി കൂടി ഈ പിതാവ് മൂന്നാളാണ്. അവിടെ ഒറ്റ നാമമുള്ളൂ. ഒറ്റ നാമമുള്ളൂ. ജഡ്ജിനോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് വെള്ളം കൂടുതൽ വേണം കേട്ടോ. അയ്യോ, എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഭാര്യ ഭർത്താവ് ചേച്ചി ഇരുന്ന്, ചേച്ചിക്ക് ആശയമുണ്ട്. എനിക്ക് ചേച്ചിനെ കണ്ടത് സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ എനിക്ക് പിടിയെന്ന് കണ്ട് ആണോ എന്ത് ഉള്ളിലുണ്ട്. ഞാൻ അങ്ങനെ ഉള്ളിലുണ്ട് കാണാനിരുന്ന ആളാണ്. പുള്ളിയെ ഇത് ഞാനൊരു നമ്മള് മറകളില്ലാതെ പറയുന്ന ആളാണ്. എനിക്ക് അങ്ങനെ പറയുന്ന ഭയങ്കര ഇഷ്ടപ്പെട്ട പോലെ പറയാം. ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ കാണുന്നല്ലേ പള്ളി, ഈ പള്ളിയുടെ വാതിക്കല്ലേ ഞാൻ കിടക്കുന്നത്. ഇവിടെ കിടന്നോടെ ഞാൻ പറയുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ധൈര്യമായിട്ട് അകത്ത് കയറി ചെയ്യുന്നു. ഇത് കത്തോലിക്കന്റെ വീടാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. വീട്ടിൽ കയറി നിങ്ങൾക്ക് അറിയാലോ ആണോ അല്ലേ എന്നുള്ളത്. നിങ്ങളോട് കുറെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രോത്സാഹനം തന്നു. പുള്ളി പറഞ്ഞ് ഇത്ര ഞാനൊരു ബ്രാഹ്മണനാണ്, ഞാൻ പഠിച്ചിരിക്കുന്ന ഇങ്ങനെ കാര്യങ്ങളൊക്കെ പുള്ളി നമുക്ക് ജസ്റ്റിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇനിയും വിളിക്കണമെന്ന് പറഞ്ഞാൽ വെച്ചത്. ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വേറെ ചേച്ചി വിളിച്ചു, അതായത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയത്. കാരണം നഗ്ന സത്യങ്ങൾ തുറന്നും ഭയപ്പെടേണ്ട ഇനിയും പറയും. അതിനകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല. അതിന് മാർപ്പാപ്പ വന്നാലും നമ്മൾ സത്യം പറയും. അതിനകത്ത് കോംപ്രമൈസും ചെയ്യത്തില്ല. പക്ഷേ അത് പറയുമ്പോഴും എംബററിന്റെ അടുത്തും എന്റെ മനോഭാവം ഇത് തന്നെയാണ്. കാരണം സഭയ്ക്ക് വിരുദ്ധം യഥാർത്ഥമായി പഠിച്ചിട്ടില്ല. നിങ്ങൾ ബൈബിൾ അല്ല പറയുന്നത്, നിങ്ങൾ ബൈബിളിനെ വളച്ചൊടിക്കുകയാണ്. ഞാൻ കേൾക്കാതെ, പക്ഷെ ഞാൻ ചോദിക്കുന്ന ഉത്തരം തരാതെ കേൾക്കാൻ പോകില്ല. നിങ്ങൾ ഒറ്റ സാഹചര്യത്തെ കാര്യമുള്ളൂ. നിങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് അറിയുമോ? ഒരു തികഞ്ഞ കത്തോലിക്കനായിരുന്ന സാബുച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മാതാവിനോടുള്ള വിശ്വാസം മാത്രം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ വന്ന് പൊന്നാർ സാറിന്റെ സംഭവം കഥയൊക്കെ പറഞ്ഞു. സാബുച്ചേട്ടനത് സാബുച്ചേട്ടനത് അന്ധമായിട്ട് വിശ്വസിച്ചാണ് കയറിപ്പോയത്. കാരണം എന്നാ, നമുക്ക് കത്തോലിക്കർക്ക് ബൈബിൾ അറിയില്ല, വചനം അറിയില്ല. നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നോ, ഈ ഇടവകയിലുള്ള ഏത് വീടുകളിൽ ചെന്നോ, ഇതുപോലെ സംസാരിക്കുന്ന ഒരാളെ പോലും നിങ്ങൾ കാണില്ല. ഇതുപോലെ സംസാരിക്കുന്ന ഒരാളെ പോലും നിങ്ങൾ കാണില്ല. പക്ഷെ ഞാൻ പറയുന്നു, ബൈബിള് പഠിച്ചൊരു വ്യക്തിയുടെ അടുത്ത് നിങ്ങളുടെ ഈ അഭ്യാസം നടക്കൂല, നിങ്ങളുടെ ഈ കളിതമാശം നടക്കൂല. അവിടെ തിരിച്ചു ചോദ്യം വരും. ചേട്ടൻ ഇന്നല്ല 2 ദിവസം അംഗീകരിക്കും. 2 ദിവസം പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല. പക്ഷെ വചനം വെച്ച് പറയണം. വചനം വളച്ചൊടിച്ച് പറഞ്ഞത് എനിക്ക് പറയാനുള്ളൂ. ഞാൻ യോഹന്നാന്റെ ലേഖനം കൃത്യമായിട്ട് പറഞ്ഞു. ഇത് നടന്ന കാര്യമാണ്, സംഭവിച്ച കഴിഞ്ഞ കാര്യമാണ്. സംഭവിച്ച കഴിഞ്ഞ കാര്യത്തിൽ പറയാണ് യേശു ശരീരത്തിൽ ധരിച്ചു വന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു ശരീരത്തിലല്ല, വചന മാംസമായെന്ന് പറഞ്ഞു. മാംസം എന്ന വാക്ക് ശരീരം തന്നെയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവാഹിക്കും. നീ ഒരു പുത്രനെ പ്രസവിക്കും. എവിടുന്ന ശരീരം കിട്ടുന്നത്? ഭൂമിയിൽ നിന്ന ശരീരം അല്ല. അപ്പൊ അല്ല, ഭൂമിയിലല്ല, ഭൂമിയിൽ നിന്നല്ല. സ്വർഗത്തിൽ ശരീരം കിട്ടുന്നില്ല. ഇത് തർക്കിച്ചിട്ട് ഭൂമിയിൽ നിന്നല്ല, മാതാവിൽ നിന്നല്ല യേശു ശരീരം സ്വീകരിച്ചത്. ഞാൻ അതും വീഡിയോ ഇട്ടിട്ടുണ്ട്. മാതാവിൽ നിന്നല്ല, ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു. മാതാവിൽ നിന്നല്ല യേശു ശരീരം സ്വീകരിച്ചിരിക്കുന്നത്.
അപ്പൊ ഈ ജഡ്ജൻ വേറെ ഇത് ചരിത്രം പഠിക്കുന്നുണ്ട്. ചരിത്രം മാത്രമല്ല, കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾ പഠിക്കുന്നുണ്ട്, സഭയുടെ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 1 തുടങ്ങി 7 വരെ നൂറ്റാണ്ടുകളിൽ സഭ എന്ത് പഠിപ്പിച്ചിരുന്നോ അതിൽ നിന്ന് സഭ എപ്പോൾ മാറിപ്പോയോ, സഭ തിരിച്ചു പറയുന്നു, അമലോത്ഭവത്തെ കുറിച്ചുള്ള കഥകളൊക്കെ പറയുന്നു പോകുമ്പോൾ എംപററിനെ സൃഷ്ടിച്ചത് കത്തോലിക്ക സഭയാണ്. മനസ്സിലായോ? പൊന്നാറ എന്ന് പറയുന്ന സാറിനെ വഴിതെറ്റിച്ചതും എംപറർ എമ്മാനുവൽ എന്ന് പറയുന്ന ഒരു കൾട്ട് പ്രസ്ഥാനത്തിലേക്ക് ഇതിനെ എത്തിച്ചതും കത്തോലിക്ക സഭ തന്നെയാണ്. ഓക്കെ, കത്തോലിക്ക സഭയുടെ തെറ്റായ പ്രബോധനങ്ങളാണ് എംപറർ എന്നൊരു പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. സമയം കാത്തിരിക്കുക. കാരണം നമ്മൾ വാദപ്രതിത്വം നിങ്ങൾ അംഗീകരിക്കില്ല. കാരണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, തെറ്റായ രീതി പഠിച്ചു കഴിഞ്ഞു. പ്ലീസ് തെറ്റായ രീതി പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുള്ളൂ. യേശു ക്രിസ്തു ശരീരം ധരിച്ച് ഭൂമി വന്നു 2000 വർഷം മുമ്പ് ആദ്യം താമസിക്കാൻ ഈ മൂര്യാട് എന്ന് സംഭവിക്കുന്നത് കാണാൻ വളരെ മോശമായിട്ടുള്ള കേരികളാണ് മൂര്യാട് എന്നാണ് ഞാൻ സംഭവിക്കുന്നത്. കുറിച്ച് എനിക്ക് ഒരു പ്രശ്നം, ഒരു ഒറ്റ വാക്യം പറഞ്ഞിട്ട് ചേട്ടൻ പോയിക്കോ. ആയിക്കോട്ടെ, കാണാൻ കിട്ടിയതിന് വേണ്ടി സന്തോഷമുണ്ട്. ഞാൻ വീഡിയോ കാണുന്ന ആടെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഈ ആളാണോ എന്ന്. എനിക്കത് പറഞ്ഞു തന്നിട്ട് ഇല്ല, പറഞ്ഞു കഴിഞ്ഞു. യേശു ക്രിസ്തു ഭൂമി വന്നു. ചേച്ചി പറയും ഇപ്പഴത്തെ ഗലാത്യ 4:4 ഇപ്പൊ വായിച്ചത് യേശുവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അത് വായിച്ച് എനിക്ക് ക്ലിയർ ചെയ്തിട്ട് പോയി. അത് ഇപ്പൊ നമ്മൾ പറയേണ്ട വചന അത് പോവാം. അല്ല, നമ്മളിപ്പോഴത്തെ അവരോട് അവിടെ കൂടെ കഴിക്കാൻ നമുക്ക് കൂടെ കഴിക്കാം. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാം. രണ്ടൊന്നും പിള്ളേരുണ്ട്. ഞങ്ങൾ ഈ ഭാഗത്ത് നിന്ന് അറിയിക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ കോമിഷൻ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അതാണോ ഇത്? 1-ാം വരവാണോ 2-ാം വരവാണോ? 2-ാം വരവ്. അതെങ്ങനെ ശരിയാവും? കാലസമ്പൂർണ്ണതയല്ലേ? ഓക്കെ, അടുത്ത വാക്യം വൈകി. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. നിയമത്തിന് ഏത് നിയമം? നിയമം എന്ന് പറയുന്നത് ബൈബിൾ നിയമം എന്ന് പറയുന്നത് എന്തോ? ബൈബിൾ നിയമം എന്ന് പറയുന്ന ഒറ്റ നിയമത്തെ ഉള്ളൂ, വെറും നിയമമല്ല. ബൈബിൾ നിയമം എന്ന് പറയുന്നത് പഴയ കൽപ്പനകളെയാണ്, പഴയ നിയമത്തെയാണ്. യേശു കാൽവരിയിൽ നിയമത്തെ മാറ്റിയെന്ന് വചനത്തിൽ കിടക്കുക. അവൻ ക്രിസ്തു ക്രൂശിൽ സകല ലിഖിത നിയമങ്ങളെയും നിഷ്കാസനം ചെയ്തു എന്ന് ദൈവവചനത്തിൽ കിടക്കുക. ഇനി യേശുവിന്റെ 2-ാം വരവ് നിയമത്തിന് അധീനനായിട്ടാണോ? അതായത് ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് ക്രിസ്തു വന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ 4:4 പറഞ്ഞിരിക്കുന്നു ന്യായപ്രമാണത്തിന്റെ കീഴിൽ, പഴയ നിയമത്തിന്റെ കീഴിൽ യേശു വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് 2-ാം വരവാണെങ്കിൽ ഇന്ന് ന്യായപ്രമാണം നിൽക്കുന്നു എന്ന് നിങ്ങൾ പറയണം. ഇന്ന് ന്യായപ്രമാണം നിൽക്കുന്നുണ്ടെങ്കിൽ നിയമത്തിന് വചനം വായിച്ചു നിങ്ങൾ. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് നിയമത്തിന് അധീനനായി ജനിച്ചു. ദൈവത്തിന് അധീനനായി ജനിച്ചു. ആ ചാനലിലുണ്ടല്ലോ, പിന്നെ അതിന്റെ താഴെ കിടക്കുന്നുണ്ട്. ഏത് വീഡിയോ എടുത്താലും അതിന്റെ താഴെ ഉണ്ടോ? മോനെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇപ്പൊ എടുത്തു കേട്ടോ. ഞാനിപ്പോ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ശത്രുവിന്റെ ഇതാ വരുന്നത്. വന്നു മക്കള് ഭക്ഷണം കഴിക്കും, ചേട്ടാ കുറച്ച് സമയം എടുക്കും. നമുക്ക് സന്തോഷമായി കണ്ടിട്ട്. അപ്പൊ ഇത് 2-ാം അപ്പൊ 2-ാം വരവിൽ എങ്ങനെ അവൻ നിയമത്തിന് അധീനനായി വരും? അവൻ വന്നത്, അവൻ 1-ാമത്തെ വരവ് വന്നത് ഇസ്രായേലിന്റെ നിയമം അനുസരിച്ച്, അതായത് ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2-ാം വരവ് ന്യായപ്രമാണത്തിന്റെ കീഴിലാണോ? അല്ലേ? അപ്പൊ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല. അപ്പൊ ഗലാത്യ 4 1-ാം വരവാണ്. ഇവിടെ 35,000 കുടുംബങ്ങൾ ഇപ്പൊ ഞങ്ങൾ അവിടെ ആയിക്കഴിഞ്ഞു. ഞാൻ 13 വർഷം വന്നിട്ട്. ശരിയായിക്കോട്ടെ, ഒരു സെക്കൻഡ്. 35,000 അല്ല, കേരളത്തിലെ കത്തോലിക്ക സഭ നിലനിൽക്കുന്നിടത്തോളം കാലം, ഇത് മാതാവിന് വെച്ച് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നിടത്തോളം കാലം 35,000 എന്നുള്ളത് 35 ലക്ഷമായാലും അത്ഭുതപ്പെടാനില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഞങ്ങൾ കൃപാസനം പോലെയുള്ള, കൊരട്ടിമുത്തി പോലെയുള്ള കച്ചവടങ്ങൾ ഞങ്ങൾ നടത്തുന്നിടത്തോളം കാലം, ഇവിടുത്തെ അച്ഛന്മാർക്ക് കണ്ണ് തുറക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ 35,000 കുടുംബം എന്നുള്ളത് 35 ലക്ഷമായാലും അത് അത്ഭുതപ്പെടാനില്ല. മനസ്സിലായോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് ദൈവത്തിന്റെ കാര്യത്തിലാണ്. യേശു അതേ കാര്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിവാഹിതരായി കഴിയുമ്പോൾ നിങ്ങൾ 2 അല്ല 1 ആണ് എന്ന് പറഞ്ഞത്. അതാണ് ഈ ഹെബ്രായ വാക്കുകൾ നമ്മൾ പഠിക്കണം. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോ ആദ്യം അവിടെ ആദത്തെ ഹവ്വയെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി 2 അല്ല 1 ആണ് എന്ന് പറഞ്ഞു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്ന് പഠിക്കണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെയാണ്
പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് ഒന്നാണെന്ന് പറയാം, ദൈവം ഏകനാണെന്ന് പറയാം. ഞാൻ ഒറ്റ കാര്യം നിന്റെ പിതാവ് അതേ ഹെബ്രായ വാക്ക് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അവിടെയാണ് അങ്ങനെ ഏകനാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ വന്ന ആ അവസ്ഥയെ കുറിച്ച് പറയുമ്പോഴാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ എവിടെയെങ്കിലും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ളത് കാണുന്നുണ്ടോ? ഉണ്ടോ? കാണുന്നില്ല. ഒറ്റ കാര്യം ഒരു സെക്കൻഡ്, ചേച്ചി പറഞ്ഞ കാര്യത്തിന് 3 പേരുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ആരൊക്കെയാണ് ഡെസ്റ്റിന്റെ വീട്ടിൽ പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെലൻ ചേച്ചിയും സാമുചേട്ടനാണ് പോയെന്ന് പറയണം, അല്ലേ? ഞങ്ങൾ രണ്ടുപേര് പോയി എന്ന് പറയും. ഓക്കെ, ഇനി ഒരു പേര് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ആവില്ല. അല്ലെങ്കിൽ ഹെലൻ ചേച്ചിയും സാമുചേട്ടനും ഡെസ്റ്റിനും എന്ന് പറയുമ്പോൾ നാമങ്ങളിൽ എന്ന് പറയണം. കാരണം അത് അപ്പോസ്ട്രോഫി എസ് ചേർത്ത് പറയണം. ബൈബിളിൽ നാമത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്, നാമങ്ങളിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു നാമം, ഒറ്റ നാമേ ഉള്ളൂ. പിതാവിന്റെ നാമം എന്തുവാ? പിതാവിന്റെ നാമം എന്തുവാ? യഹോവ, യാഹ്വേ. പുത്രന്റെ നാമം എന്തുവാ? യേശു ഭൂമിയിൽ വന്നപ്പോ എന്ത് നാമം എടുത്തേ? യേശു എന്ന് പറഞ്ഞ പേരെന്താ? യഹോശുവ. ഹീബ്രു വായിച്ചിട്ടുണ്ടോ? യഹോശുവ. യഹോശുവ എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം എന്തുവാ? യഹോവ രക്ഷിക്കുന്നു. യഹോവ രക്ഷിക്കുന്നു. പിതാവിന്റെ നാമം എന്താ? യഹോവ. പുത്രന്റെ നാമം എന്താ? യഹോശുവ, രക്ഷിക്കുന്നു. അവൻ രക്ഷകനായി ഭൂമിയിൽ വന്നുകൊണ്ട് രക്ഷിക്കുന്നു. വിശ്വാസമല്ല, വിശുദ്ധ ബൈബിളിൽ പറഞ്ഞ കാര്യമാണ്. നാമം പറയുന്നെങ്കിൽ നാമങ്ങളിൽ എന്ന് പറയും. ബൈബിളിൽ നാമത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ നാമങ്ങളിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ തിരുത്തേണ്ടി വരും. നാമങ്ങളിലല്ല, നാമത്തിൽ. ജോർദാൻ നദിയിൽ നിന്ന് കയറി കഴിയുമ്പോൾ പിതാവിന്റെ സൗണ്ട്, പുത്രന്റെ സൗണ്ട്, ആ സൗണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചു. ഈ സൗണ്ട് ആരുടെ സൗണ്ടാ? പിതാവായ ദൈവത്തിന്റെ സൗണ്ട് അല്ലേ? ആണോ? അല്ലേ? ആണോ? ആണോ? ഇനിയിപ്പോ ഇത് മാറ്റുന്നെങ്കിലും ആണോ? പറഞ്ഞിട്ട് ഞാൻ പറയാം. പിതാവിന്റെ സൗണ്ട് ആണോ? അതെ. അപ്പൊ യേശു നുണയനാണോ? അല്ലയോ? നുണയനല്ല. അല്ലല്ലോ? അല്ല. ഉറപ്പല്ലേ? യേശു പറഞ്ഞു, നിങ്ങൾ പിതാവിനെ കണ്ടിട്ടില്ല, അവന്റെ ശബ്ദം കേട്ടിട്ടുമില്ല. നിങ്ങൾ പിതാവിന്റെ കണ്ടിട്ടില്ല, അവന്റെ ശബ്ദം കേട്ടിട്ടുമില്ല. യേശു നുണയനാണോ? അല്ലേ? യേശു നുണയനാണോ? അല്ല. നുണയല്ലല്ലോ. അപ്പൊ യേശു പിതാവിന്റെ ശബ്ദം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത് നുണയാണോ പറഞ്ഞത്? അവര് കേട്ടിട്ടില്ല. പക്ഷെ സ്നാനത്തിന്റെ സമയത്ത് അവരുണ്ടായിരുന്നല്ലോ, ജനം ഉണ്ടായിരുന്നല്ലോ, മനുഷ്യരുണ്ടായിരുന്നല്ലോ. അവര് കേട്ടു. ഒരു കാര്യം പറയാം, ഈ ശബ്ദം എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശു പറഞ്ഞിട്ടുണ്ട്. ഈ ശബ്ദം എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മറുരൂപമലയിൽ ശബ്ദം കേട്ടോ? ഇവര് ശബ്ദം കേട്ടോ? പത്രോസ് അപ്പോസ്തലൻ 2 പത്രോസ് 1-ാം അധ്യായം 19-ാം വാക്യം. ഇങ്ങനെ വിശുദ്ധ മലയിൽ ഇങ്ങനെ സ്വർഗത്തിൽ നിന്നും ഉണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു, എന്തെന്നാൽ ഞങ്ങളും അവന്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. അപ്പൊ പത്രോസ് ആ സ്വപ്നം കേട്ടോ ഇല്ലയോ? അപ്പൊ പത്രോസ് ആ ശബ്ദം കേട്ടോ ഇല്ലയോ? കേട്ടു. അപ്പൊ യേശു പറയാണ്, നിങ്ങൾ പിതാവിനെ കണ്ടിട്ടുമില്ല, പിതാവിന്റെ ശബ്ദം കേട്ടിട്ടുമില്ല. അപ്പൊ അല്ലല്ലോ, വേറെ സ്ഥലത്തുണ്ട്. അല്ല, അതേ വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. വിഷയം അതാ, സെയിം വിഷയമാണ്. അപ്പൊ പറ, പിതാവിന്റെ ശബ്ദമാണോ പുത്രന്റെ ശബ്ദമാണോ കേട്ടത്? പിതാവിന്റെ സ്വരം തന്നെ. അപ്പൊ യേശു നുണയനാണ്. അപ്പൊ എംബർ പറയുന്നത് യേശു നുണയനാണ്. മൂന്നാം ഇപ്പൊ പറഞ്ഞു യേശു നുണയനല്ലെങ്കിൽ പിതാവിന്റെ ശബ്ദമല്ല. മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യനെ എനിക്കറിയാം. യേശു മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യനെ എനിക്കറിയാം. അപ്പൊ എന്താ, എനിക്ക് മുമ്പ് കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, എനിക്ക് ആരും സ്വർഗം ഇവിടെ ഞാനല്ലാതെ ആരും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. അപ്പൊ മൂന്നാം സ്വർഗം വരെ ക്രിസ്തുവിന് ഉയർത്തപ്പെടും. ഇതെപ്പോഴാ പറഞ്ഞത്? ഞാനല്ലാതെ ആരും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലെന്ന് എപ്പോഴാ പറഞ്ഞു? സമയം എനിക്കറിയില്ല. യേശു സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത് വായിച്ചിട്ടുണ്ടോ? എഫേസ്യ ലേഖനം വായിച്ചിട്ടുണ്ടോ? അവൻ ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ടപ്പോ അനേക ആത്മാക്കളെ കൂടെ കൊണ്ടുപോയി. അവൻ മരിച്ചു കഴിഞ്ഞപ്പോ അനേക ആത്മാക്കൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. യേശു നല്ല കളറോട് പറഞ്ഞു, നീ എന്നോട് കൂടെ പർദീസയിൽ പറയാം. അവൻ പർദീസയിൽ എന്ന് പറഞ്ഞത് എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്റെ ഫോൺ നമ്പർ ഉണ്ട്, സബ്ജക്ട് യൂട്യൂബ് ചാനൽ. അല്ല, ഇനി വരും. ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച തുടങ്ങി നമ്മൾ തുടങ്ങുന്നത് എംബർ റഹ്മാനെ കുറിച്ചുള്ള അതുകൊണ്ട് ഇല്ല. അല്ല, ഞാൻ നേരത്തെ കുറെ ചെയ്തിട്ടുണ്ട്. ആ യൂട്യൂബ് ചാനൽ
ഒക്കെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. സംസാരിക്കുന്നുണ്ടോ? എനിക്ക് പക്ഷേ മെമ്പറിന് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. പക്ഷേ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഓടുകയല്ല, കാരണം നമ്മൾ സഭയുടെ ചരിത്രം ഇതൊക്കെ പഠിക്കണം. നമ്മൾ അങ്ങനെ പഠിക്കുന്നില്ല. നമ്മളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ മതി, അവർ ഭക്ഷണം കഴിച്ചാൽ. ഞങ്ങൾ പോകട്ടെ. വലിയ സന്തോഷം. എന്തായാലും വന്നതിൽ സന്തോഷം. ഓക്കെ, എന്തെങ്കിലും എന്തെങ്കിലും സത്യം തിരിച്ചറിയട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. സത്യം തിരിച്ചറിയാം. സത്യം തിരിച്ചറിയാം. അപ്പൊ മാതാവ് ദൈവമാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു. ചേച്ചി മനസ്സിലാക്കാൻ ചേട്ടനാണ്. അതിനിടയിൽ ചേട്ടൻ കരുത് ശബ്ദം ഉണ്ടാക്കിയപ്പോഴാണ് എങ്ങനെ ഒന്നായിരിക്കുന്നു. ദൈവം ആദത്തെ സൃഷ്ടിച്ചു, ആദത്തിന്റെ വാരിയിൽ നിന്ന് ഹവ്വയെ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് അവർ വിവാഹം കഴിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴും കർത്താവ് കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ ഏകനാണ്. അതേ വാക്ക് തന്നെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഹെബ്രായ വാക്ക് സെയിം ആണ്. നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ? ഇപ്പൊ സാബുചേട്ടനെ സംബന്ധിച്ച് സാബുചേട്ടൻ തുറന്നു പറഞ്ഞു എന്റെ വിദ്യാഭ്യാസ യോഗ്യത അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് കാര്യമായിട്ട് എനിക്കും വലിയ വിദ്യാഭ്യാസ യോഗ്യതയില്ല. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവം തരുന്നൊരു കഴിവുണ്ട്. ഇപ്പൊ സാബുചേട്ടൻ ഈ ഒരു അറിവ് വെച്ചിട്ട് ബൈബിൾ വായിക്കുന്നില്ല സുഖമായിട്ട്. ഇതേ സെയിം സാധനം നമ്മൾ ഇംഗ്ലീഷിൽ പോവാം, ഏത് വാക്ക് നമുക്ക് വായിക്കാം. പക്ഷെ ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ആഴങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോൾ ഇവരുടെ ഈ അഭ്യാസമൊക്കെ നിൽക്കും. ഇങ്ങനത്തെ തിന്മകളിൽ നിന്നൊക്കെ നമ്മൾ പതിയെ ടാറ്റ പറഞ്ഞ് പോരേണ്ടി വരും. നിങ്ങളെ സംബന്ധിച്ച് ഒറ്റയടിക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് പോരലൊന്നും നടക്കത്തൊന്നുമില്ല. നിങ്ങൾ പോരാൻ ശ്രമിച്ചാൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി ട്രെയിനിന് തലവെച്ച് മരിച്ചല്ലോ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവരുടെ നിങ്ങളുടെ ട്രെയിൻ ഇടിച്ചു മരിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടു ഇവര് എംബറിനെതിരെ തിരിഞ്ഞു തുടങ്ങിയിരുന്നു അങ്ങനെ കേട്ടു. ഇല്ല, സത്യമാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് വരെ വീഡിയോയില് എംബറിനെ കുറിച്ച് പറയുന്ന ഈ കിംവദന്തികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ബൈബിൾ അടിസ്ഥാനത്തിൽ എന്തുണ്ട് തെറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ എംബറിനെ കുറിച്ച് ഒരു കിംവദന്തി ഞാൻ ഇന്നുവരെ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം കിംവദന്തി അല്ല നമുക്ക് വേണ്ടത്, എന്താണ് ബൈബിൾ അറിയില്ല. അല്ല, പുറത്തിരിക്കുന്നവർക്ക് എന്നും പറയാം പഠിക്കണം, പഠിച്ചിട്ട് സംസാരിക്കാം. സത്യത്തിൽ ഞാൻ ഒരിക്കലും എമ്മാനുവൽ എന്ന് പറയില്ല. കാരണം എമ്മാനുവൽ എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെ, യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് വന്ന് നമ്മുടെ കൂടെ ആയിരുന്നു. നമ്മുടെ കൂടെയാണ് ഇപ്പോഴും. യേശു പറഞ്ഞു ഞാൻ പോയി കഴിയും, പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉള്ളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എപ്പോഴും യേശു കണ്ടുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ. സൗള് പീഡിപ്പിച്ച സഭയാ. സൗള് സഭയെ പീഡിപ്പിച്ചപ്പോ തിരിച്ചു വന്ന് മറുപടി പറഞ്ഞത് നീ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ നീ പീഡിപ്പിക്കുന്ന യേശു ആണെന്ന് പറഞ്ഞു. അപ്പൊ യേശു അവിടെ തന്നെ ഉണ്ട്. ഞാൻ പോയാലും 2 3 വ്യക്തികൾ എന്ത് താമസത്തിലൊന്നും ചൂടൽ അവരുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കും. യേശു ഇന്ന് നമ്മുടെ മധ്യം ഉണ്ട്. അത് വീണ്ടും ശരീരത്തിൽ വരേണ്ട ഒരു കാര്യമില്ല. ഒന്നാം വരവ് വന്നത് ശരീരത്തിൽ വന്നത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, പാപപരിഹാരം. ചേച്ചി വായിച്ച ഹെബ്രായ ലേഖനമില്ലേ? ഹെബ്രായ ലേഖനം തന്നെ ഹെബ്രായ 9 വായിച്ചത്. തൊട്ടു മുമ്പ് അവൻ എനിക്ക് വേണ്ടി ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടി ശരീരം? പാപപരിഹാരാർത്ഥമാണ്. ആ പാപപരിഹാരാർത്ഥം അതിന് മുകളിൽ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഭൂമിയിലുള്ള ഒരു ആ ഭൂമിയിലുള്ള കാളകളെയോ ആട്ടിൻകുട്ടികളെയോ സമർപ്പിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ ആ പാപപരിഹാരത്തിന് എന്ത് സമർപ്പിക്കണം? ശരീരത്തിൽ വരണം എന്നുള്ളതാണ്. അത് അവൻ ഒന്നാം വരവിൽ തന്നെ ശരീരത്തിൽ വന്നു. ഇനി രക്ഷ തന്നു. രക്ഷ തന്നില്ല. ക്രിസ്തുവിന്റെ രക്ഷ പൂർണ്ണമാണ്. എന്താ പഠിക്കാം? എന്ത് രക്ഷ തരാത്ത? നിത്യജീവന്റെ രക്ഷ അന്ന് വേണമെങ്കിൽ തന്നിട്ടുണ്ട്. മരിക്കും. നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ ചെല്ലുമുള്ള ജീവൻ, അല്ലാതെ നമ്മൾ ഇവിടെ അവിടെയാണ് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം. അതാണ് നിങ്ങളുടെ ചെറിയ ഹൃദയത്തിൽ ചിന്തിക്കുന്ന പ്രശ്നത്തിന്റെ പ്രോബ്ലം. നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ എത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ദൈവരാജ്യത്തിൽ എത്തിയിരിക്കും. ഞങ്ങളുടെ പിള്ളേർ ഒരു കുഞ്ഞു കൊച്ചൊരു ചേച്ചിയുണ്ട്.